ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയെന്ന്. ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. അല്ല, ഈ വീഡിയോ കണ്ടിട്ട് ജഡ്ജ് ചെയ്യാൻ വരണ്ട എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത്? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത് എന്തിന്റെ ഉദ്ദേശത്തിലാണ്? ഈ പറയുന്ന ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എനിക്ക് ഉണ്ടായി എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ പറയുന്നു അവിടെ വെച്ച് ഞാൻ പ്രതികരിച്ചു എന്ന്. പ്രതികരിച്ച ആൾ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന്റെ മുഖം കാണിക്കണം, ഇല്ലേ? ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? അദ്ദേഹത്തെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ കണ്ടക്ടറോട് പറയണമായിരുന്നു, അദ്ദേഹത്തെ തല്ലുന്ന വീഡിയോ എന്തെങ്കിലുമൊക്കെ കാണിക്കണമായിരുന്നു. ഇത് ഒന്നുമില്ല, ചുമ്മാ അങ്ങനെ തല്ലിയിട്ട് വേണമെങ്കിലും വീഡിയോ എടുക്കാം കേട്ടോ. അതല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഈ ഒരു വീഡിയോയിൽ നിന്ന് ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അദ്ദേഹം വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 2 തല്ലും തല്ലി വീഡിയോ എടുത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ പിടിച്ചിട്ട് തല്ലും. സത്യമാണ്, അതാണ് ഈ കാലം. അതുകൊണ്ട് തന്നെ അതൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിനൊക്കെ പറ്റിയ ഒരു സജഷൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചു പോലെ ഇപ്പൊ കാണാമല്ലോ. ആ ഒരു സജഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ടൺ ഷീറ്റ് കൂടെ കൊണ്ടുപോകണം, എന്നിട്ട് ആ സൈഡിൽ വെക്കണം, എന്നിട്ട് ഇരിക്കണം. എങ്കിൽ മാത്രമേ സേഫ്റ്റി ഉള്ളൂ ഇന്ന് പുരുഷന്മാർക്ക്. ആ ഒരു അവസ്ഥയാണ്. എത്രയോ ആൾക്കാർ, എത്രയോ നല്ലവരായ സ്ത്രീകൾ യാത്ര ചെയ്യുന്നു. അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു കുഴപ്പമാണ് ഈ പുള്ളിക്കാരി ചൂണ്ടിക്കാണിക്കുന്നത്. അതും മാസ്കും വെച്ചോണ്ട് നല്ല രീതിയിൽ തന്നെ ഷൂട്ടും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പ്രതികരിച്ചു എന്നാ പറയണേ. ആ പ്രതികരിച്ചു എങ്കിൽ ആ പ്രതികരിക്കുന്ന വീഡിയോയുടെ കാണിക്കൂ.